Good morning, Kannur. This is Radio Mango 91.9 നാട്ടിലെങ്ങും പാട്ടായി. A quick question. ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ ഡ്രൈവിംഗ് ബീച്ച് ഏതാണ്? Any guess? ഇതിൻ്റെ ഉത്തരം നമ്മൾ കണ്ണൂരുകാർക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ഏഷ്യയിലെ ലാർജസ്റ്റ് ഡ്രൈവിംഗ് ബീച്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം മുഴുപ്പിലങ്ങാട് ബീച്ച്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ സീരീസിൻ്റെ ആദ്യത്തെ എപ്പിസോഡ് ഏറ്റവും ഇമ്പോർട്ടൻസ് ഉള്ള മുഴുപ്പിലങ്ങാട് ബീച്ച് തന്നെയായിരിക്കും. വെൽക്കം ടു ദ ഫസ്റ്റ് എപ്പിസോഡ് ഓഫ് ഡ്രൈവ് സ്റ്റോറീസ്. നാല് കിലോമീറ്ററാണ് ഈ മുഴുപ്പിലങ്ങാട് ബീച്ചിൻ്റെ ടോട്ടൽ ലെങ്ത് വരുന്നത്. മറ്റ് ബീച്ചുകളെ അപേക്ഷിച്ച് എന്തുകൊണ്ട് ഇവിടെ ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നു എന്ന് ചോദിച്ചാൽ ഇവിടുത്തെ മണൽത്തരികളുടെ പ്രത്യേകതയാണ്. വളരെ ചെറിയ സൈസിലുള്ള മണൽത്തരികളാണ് ഇവിടെ വരുന്നത്. ഇപ്പം സാധാരണ ബീച്ചിൽ നോക്കുകയാണെങ്കിൽ കരയുടെ സൈഡിൽ സാൻഡ് ഭയങ്കര ഡ്രൈ ആയിരിക്കും. അവിടെ നമ്മൾ ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ വീല് സ്പിൻ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ വെള്ളത്തിൻ്റെ സൈഡിലേക്ക് പോകുന്ന സമയത്ത് വളരെ വെറ്റായിരിക്കും. നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പം ടയർ കുഴിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇവിടെ ഇതിൻ്റെ ഒരു ബാലൻസ്ഡ് സ്ട്രക്ചറാണ്. ഈ വെള്ളത്തിൻ്റെയും മണലിൻ്റെയും ഒരു ബാലൻസ്ഡ് സ്ട്രക്ചറാണ്. അതൊരു കോൺക്രീറ്റ് പോലെ ആക്ട് ചെയ്യും. അതുകൊണ്ടാണ് ഹാരിയർ പോലെയുള്ള വലിയ വണ്ടികൾ വളരെ കംഫർട്ടായിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്യാൻ കഴിയും. വളരെ ഫേമസ് ആയിട്ടുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങോട്ട് നാവിഗേറ്റ് ചെയ്യാൻ അധികം ബുദ്ധിമുട്ടുണ്ടാവില്ല. നമ്മുടെ തലശ്ശേരി കണ്ണൂരിൻ്റെ പുതിയ ടോൾ പ്ലാസ കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ മുഴുപ്പിലങ്ങാടേക്കുള്ള എക്സിറ്റിംഗ് കാണാം. ₹40 ഇവിടുത്തെ ചാർജ് വരുന്നത്. നമ്മളിപ്പോൾ മോർണിംഗ് ആണ് ഇവിടെ എത്തിയിട്ടുള്ളത്. വളരെ കാം ആൻഡ് ക്വയറ്റ് അറ്റ്മോസ്ഫിയർ ആണ്. ഇനി സൺസെറ്റിൻ്റെ ടൈമിലാണെങ്കിൽ നല്ല ക്രൗഡും കച്ചവടക്കാരും കണ്ണൂരിൻ്റെ ഈവനിങ് സ്നാക്സൊക്കെ ആയിട്ട് അങ്ങനെ ഒരു വൈബാണ്. അപ്പോൾ നിങ്ങളെ വൈബ് അനുസരിച്ചുള്ള സമയത്ത് ട്രിപ്പ് പ്ലാൻ ചെയ്യും. ഡ്രൈവിംഗ് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ടെറൈനിലൊന്ന് വണ്ടി ഡ്രൈവ് ചെയ്യണം. വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. അതോടൊപ്പം ഇവിടെ വന്ന് എൻജോയ് ചെയ്ത് തിരിച്ചു പോകുമ്പോൾ നമ്മൾ വണ്ടിയുടെ അണ്ടർ ബോഡി ശരിക്കൊന്ന് വാഷ് ചെയ്യാൻ ശ്രദ്ധിക്കുക. കാരണം സാൾട്ട് വാട്ടറാണ്. അപ്പോൾ നമുക്ക് റെസ്റ്റ് ഉണ്ടാവാത്ത ചാൻസ് എടുക്കേണ്ടത്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.